ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ നെയ്യാർക്കോട്ടത്തേക്ക് പോയില്ലേ. പിന്നെ ഞങ്ങൾ കുറേ ആയി ആഗ്രഹിക്കുന്നു. നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ടീം മെമ്പേഴ്സ് ആരും ഇതുവരെ പോയിട്ടില്ല. കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായില്ലേ നീലിയാറമ്മേൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഉണ്ടാകുന്ന ഫീലും കാര്യമെല്ലാം എന്താണെന്നുള്ളത് അറിയാനും അവരെല്ലാം അവർ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നീലിയാറമ്മേനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു രംഗവും പിന്നെ നമ്മൾ ഭക്തിയോട് കൂടി പോകണം. നമ്മൾ ഉള്ളിൽ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു പോയി എപ്പോഴാണ് വരിക എന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അത് വളരെ പ്രത്യേക ഫീൽ. പറഞ്ഞറിയിക്കെങ്കില അവിടെ പോയാലേ അറിയുള്ളൂ. അറിയുന്ന ഒരു ഫ്രണ്ട് മുഖാന്തരം അറിയുന്നവരാണ്. അവരോട് വിളിച്ചു ചോദിച്ചിട്ടാണ് ഈ തെയ്യം കിട്ടുന്നവരെ നമ്പർ വാങ്ങിക്കുകയും അവരോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നല്ലതായിട്ട് ചെയ്യുവാണെങ്കിൽ, അതായത് ഭക്തിപരമായിട്ട് മറ്റുള്ള ജനങ്ങളിലേക്ക് ഭക്തിയാണ് എത്തിക്കുന്നതെങ്കിൽ, നല്ല ഉദ്ദേശമാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോ, ഒന്നും പ്രശ്നമില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഡോക്യുമെൻ്ററി എല്ലാം കുറേ ആൾക്കാർ ചെയ്തിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതല്ലാണ്ട് പോസിറ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആ സ്ക്രിപ്റ്റ് ഓരോ ദിവസം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഓരോ ഐഡിയയിലേക്ക് കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം കൂട്ടിയിട്ട് പിന്നെ നീലാർക്കോട്ടത്തേക്ക് പോയി. നല്ല മഴക്കാറലുണ്ട്, എന്താണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം. വരുന്നുണ്ടോ? എൻ്റെ അല്ലൂസിന് നല്ല മൂടൊന്നും ഇല്ല ഇന്ന്. ഉറക്കുണ്ട് ഒരാൾക്ക്. ഉറക്കിന്റെ ദേഷ്യാന്ന് തോന്നുന്നു. നേരത്തെ ഭയങ്കര ദേഷ്യാണ്. ഉറക്കുണ്ടോ മോനെ? കുഞ്ഞു ഉറങ്ങിക്കോ. കാണുന്നില്ലേ മഴ പാറി തുടങ്ങിയിട്ടാ. അയ്യോ, പക്ഷെ മഴ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേയുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്നാ പറഞ്ഞത്. മഴയുണ്ടെങ്കിൽ അവരെങ്ങനെയായിട്ടും അവരെ കാര്യം ഇതൊന്നും മുടക്കൊന്നുമില്ല. അപ്പം അതൊന്നും ആരും പഠിക്കണ്ട. അതും നമുക്കൊരു പുതിയ അറിവായിട്ട് എടുക്കാം. എത്ര വൈകി? അത് 6 മണിയെല്ലാം തെയ്യം ഉണ്ടാവാൻ. അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാ അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇതാ അമ്മ അച്ഛനാട്ടാ. ഒരു ഹായ് പറയാനാ പറഞ്ഞത്. ഞാൻ വീഡിയോ എടുക്കുന്നേ. നല്ല മഴ പെയ്യുന്നേ. അപ്പൊ ഇതാണ് നീലിയാർക്കോട്ടം. ഏട്ടൻ്റെ അമ്മയെല്ലാം നമ്മളെല്ലാം കൂടിയിട്ട് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഏച്ചിയാണ് പിന്നെ കാണാണ്ടുള്ളത്. ഏച്ചി കുഞ്ഞിനെ കൂട്ടിയിട്ട് വേറെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ വന്നിട്ടില്ല. ഇനിയും വരാമല്ലോ അല്ലേ. അല്ലെങ്കിലും എത്ര കണ്ടാലും മതിയാവില്ല ഈ കാടിൻ്റെ സൗന്ദര്യം. വീണ്ടും വീണ്ടും ഇവിടെ വരാൻ നമ്മളിങ്ങനെ ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ അമ്മയുടെ സൗന്ദര്യം. നീലിയാറമ്മ നൃത്തസംഗീത നാടകത്തിലെ നമ്മുടെ ടീമിലെ ആൾക്കാർ മൊത്തം ഇവിടെ നമ്മളെക്കാളും മുന്നേ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നീലിയാറമ്മേനെ കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ് കൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. മംഗല്യ സൗഭാഗ്യത്തിനും സന്താന സൗഭാഗ്യത്തിനുമായാണ് ഭക്തർ നേർച്ചയായി തെയ്യം കഴിപ്പിക്കാറ്. വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് കോലം കെട്ടുന്നത്. ആരെയും കൊതിപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടി കാടിറങ്ങി വരുന്ന അമ്മ. പതിയെ പതിയെ വരുന്ന ഈ സൗന്ദര്യത്തെ എത്ര കണ്ടാലും മതിയാവോ? അമ്മേ മഹാമായി. ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പിലുള്ള ഈ കാവ് ഏകദേശം 20 ഏക്കറിലധികം വിസ്തൃതിയുള്ളതാണ്. പശുവും നരിയും ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയുന്നിടത്ത് എന്നെ കുടിയിരുത്തണമെന്ന് കാളകാട്ട് തിരുമേനിയോട് അമ്മ പറഞ്ഞ നരിമട. ഞാൻ ഈ നൃത്തസംഗീത നാടകം രംഗത്ത് അവതരിപ്പിച്ചപ്പോൾ നിറഞ്ഞ കയ്യടിക്കപ്പുറം ഈ അമ്മയുടെ മായ കണ്ട അനുഭവസ്ഥർ അനവധി. സത്യം പറഞ്ഞ ഒരു മഹാത്ഭുതം തന്നെയാണ് നീലിയാറമ്മ.
അമ്മ എന്തുണ്ട് പോയിട്ട് എക്സ്പീരിയൻസ്? അമ്മയെ കണ്ട് മനസ്സ് നിറഞ്ഞു. അമ്മമ്മക്കോ? അടിപൊളി അടിപൊളി. അമ്മ വിചാരിക്കുന്നതൊന്നല്ല, ഒരുപാട് കാണാനുണ്ട്. ആ കാട് ഇറങ്ങി വരുന്ന ഒരു ഫീലല്ല എന്തിനാ അടിപൊളിയാണ്. കാട് നല്ല കാടൊരു പ്രത്യേക സംഭവമാണ്, പ്രത്യേക സുഖമിട്ട് നടന്നു. നമുക്കിങ്ങനെ മനസ്സ് നിറയും, നമുക്കൊരു മുഷിച്ചിലുണ്ടാവില്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു തെയ്യം കാണാനിരിക്കും, അത് കുറേ നേരം നമ്മളിങ്ങനെ ഇരുന്ന് വല്ലാണ്ട് മുഷിയും. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനുണ്ട്, ആ കാടിന്റെ സുഖം അങ്ങ് ആസ്വദിച്ച് വരുമ്പോഴേക്കന്നെ അമ്മ കീഞ്ഞങ്ങ് വരും. അതന്നെ മതിയായിട്ടില്ല, അതാ സത്യം. ഇപ്പൊ കുറച്ച് ഇരുട്ടായിപ്പോയി, അതുകൊണ്ട് അത് കാണുന്നില്ലേ, ഇരുട്ടത്താ ഉള്ളത്. ഇപ്പൊ ഇരുട്ടായിപ്പോയി, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ശരിക്കും ഇവർക്ക് നടന്ന് കാണാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മൾ പോയപാട് തന്നെ അമ്മേനെ കണ്ടു, അങ്ങനെ ഉണ്ടായത്. പിന്നെ അങ്ങോട്ടെല്ലാം കുറച്ചെല്ലാം കാണിച്ചു കൊടുത്തേ. അതാ. അപ്പം ഗൈസ് നമ്മള് നീലാറമ്മേനൊക്കെ കണ്ട് മടങ്ങലായി. ഗേറ്റിന്റെ അടുത്ത് കുടുങ്ങി പോയിട്ടാണുള്ളത്. ഇപ്പൊ ഗേറ്റ് അടച്ചിട്ടുണ്ട്, കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.